ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എന്റെ പൊന്നു മച്ചന്മാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ മൂവി ഉണ്ടല്ലോ, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 5ാം സ്ഥാനത്ത് ഈ മൂവി ഉണ്ടാവും. അത്രയും കിടുക്കാച്ചൊരു സാധനം മക്കളെ. റഷ്യയിലെ സൈബീരിയൻ വനത്തിൽ ഭയങ്കരമായിട്ടുള്ള കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കെടുത്താനായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനുമായിട്ട് ഒരു ടീം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഇത്രയും കാലം വരെ അവർ കണ്ടിരുന്ന ഒരു സാധാരണ തീ ആയിരുന്നില്ല. അത് മിനിറ്റുകൾ കൊണ്ട് എത്രയോ മീറ്റർ ദൂരത്തേക്ക് വ്യാപിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള ഒരു തീയായിരുന്നത്. എന്നാൽ അത് മാത്രമായിരുന്നില്ല, ആ കാട്ടിലേക്ക് എത്തിയപ്പോൾ അതിനുള്ളിൽ ജീവിക്കുന്ന മറ്റൊരു കൂട്ടം ഗ്രാമവാസികളെ കാണുകയാണ്. ഇപ്പോൾ ഈ 6 അംഗ സംഘത്തിന് കാട്ടുതീ കെടുത്തലല്ല, എങ്ങനെയെങ്കിലും അതിനുള്ളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുക, ആ ഒരു ദൗത്യത്തിലേക്ക് അവർ ഇറങ്ങുകയാണ്. പൊന്നു മച്ചാമാരെ, കഥയുടെ ഒരു കാൽ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ത്രില്ലോട് ത്രില്ലാണ്. അതുപോലെ തന്നെ കഥയുടെ ചില ഭാഗത്ത് നിങ്ങൾ ശരിക്കും കരഞ്ഞു പോകും, അത്രയും നിങ്ങൾ ഇമോഷണൽ ആയി പോകും, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഞെട്ടിക്കാൻ പോകുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും സന്ദർഭങ്ങളും എല്ലാം ഈ ഒരു കഥയിലുണ്ട്. അതിനെ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യും. സോ ഒട്ടും അടിക്കേണ്ട, ധൈര്യമായിട്ട് ഈ കഥ നിങ്ങൾ കണ്ടു തുടങ്ങിക്കോ. സോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നോ എസ്കേപ്സ് എന്ന റഷ്യൻ മൂവിയുടെ കഥയാണ്. സോ പോയല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ അതിഭയാനകരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭയാനകരമായിട്ടുള്ള കാട്. ആ കാടിന് നടുവിലായിട്ട് പെട്ടുകിടക്കുന്ന കുറച്ചധികം ആൾക്കാർ. ആ പെട്ടുകിടക്കുന്ന ആൾക്കാർക്ക് ലീഡറായിട്ട് ഒരാളുണ്ട്. ആ ആള് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് നോക്കുകയാണ്. അതേ നേരം തന്നെ ഇവരെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് ഒരു ഹെലികോപ്റ്റർ വരികയാണ്. എന്നാൽ ഇവർ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സാധാരണ തീയായിട്ടല്ല തോന്നുന്നത്. ആ തീനാളങ്ങൾ ആ കാട്ടിലൂടെ അങ്ങ് പാഞ്ഞു നടക്കുകയാണ്, ജീവനുള്ളതുപോലെ. വീണ്ടും ആ ഒരു കാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഴിയെടുത്ത് വേഗം ആ ഒരു പൊള്ളലേൽക്കാത്ത ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതെല്ലാം പൊതിച്ച് നിൽക്കാനാണ് ഇവരുടെ ലീഡർ പറയുന്നത്. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ പറയാണ്, ആ ഭാഗത്ത് തീയില്ലല്ലോ, നമുക്ക് അതിലൂടെ ഓടിക്കൂടെ. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഇവരുടെ ലീഡർ പറയാണ്, അത് പറ്റില്ല, ഇത് തീയുടെ ഒരു ട്രാപ്പാണ്. അതിന്റെ കെണിയിലേക്ക് ജീവനെ കൊണ്ടുവരാൻ അതിന് അതിൻ്റെതായ ട്രാപ്പുകൾ ഉണ്ടാവും. ഇതും പറഞ്ഞ് എല്ലാവരും ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് ആ ഒരു പേപ്പർ അവരുടെ ദേഹത്ത് പൊതിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ ഒരു ചെറുപ്പക്കാരൻ അതിലൂടെ ഓടി രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയിട്ട് ഇവർ പറയുന്നത് കേൾക്കാതെ തീയില്ലാത്ത ആ ഒരു ഭാഗത്തേക്ക് ഓടുകയാണ്. എന്നാൽ അവൻ ഓടുന്തോറും ആ തീയുടെ തീനാളങ്ങൾ അവന്റെ പിന്നാലെ ഒരു വേട്ടമൃഗത്തെ പോലെ അവന്റെ അരികിലേക്ക് വരികയാണ്. അധികം വൈകിയില്ല, രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതിയ ആ പാവം ചെറുപ്പക്കാരൻ ആ തീനാളത്തിൽ പെട്ടുപോവുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം എക്സ്പീരിയൻസ് അല്ല അവർ പറഞ്ഞത് അതിലൂടെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. എന്തായാലും ആരാണ് ഈ ആൾക്കാർ, ഈ കാടിന് എന്താ സംഭവിച്ചത്, ഇവരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, ഇതെല്ലാം അറിയണമെങ്കിൽ കുറച്ച് ദിവസം പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. ഇവിടെ വലിയൊരു ഗവൺമെന്റ് സ്ഥാപനം കാണിക്കുകയാണ്. ഇവരുടെ പ്രധാന ജോലി എന്താ വെച്ചാൽ ഫോറസ്റ്റ്, അതുപോലെയുള്ള ഗവൺമെന്റിന്റെ ഭൂമി ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെതായ ആ ഒരു പരിഹാരവുമായിട്ട് എത്തുന്ന ഒരു ഗവൺമെന്റിന്റെ ഒരു സെക്ഷനാണിത്. അതിൽ പലതരം ജോലിക്കാരുണ്ട്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ, വിമാനം പറത്താൻ അറിയാവുന്ന പൈലറ്റുകൾ, അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജിക്കൽ അറിവുകളുള്ള ഒരുപാട് ആൾക്കാർ. അങ്ങനെ വലിയൊരു സിസ്റ്റം തന്നെയാണിത്. ഇതിന്റെ തലവൻ എന്ന് പറയുന്നത് വ്ളാഡിമർ ആണ്. സോ ഈ ഇടയായിട്ട് സൈബീരിയൻ കാടുകളിൽ തന്നാലെ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അണയ്ക്കാനായിട്ട് ഒരുപാട് ടീംസിനെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അതിലൊരു ടീമിന്റെ തലവനാണ് ഇപ്പോ ഈ ഒരു വ്ളാഡിമറിന്റെ മുന്നിലിരിക്കുന്ന അലക്സി. എന്നാൽ ഈ അലക്സിക്ക് അവന്റേതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വ്ളാഡിമർ പറയുന്നൊന്നും അവൻ കേൾക്കില്ല. അപ്പൊ ഭയങ്കര ദേഷ്യപ്പെട്ട് നിന്ന് ഞാൻ ടീം ഒന്ന് പുറത്താകുന്നൊക്കെ പറയാം. എന്തായാലും ഇതേ സ്ഥലത്ത് തന്നെ ഒരു ടെക്നിക്കൽ ടീമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ അലക്സിയുടെ മകളായിട്ടുള്ള കേറ്റിയെ നോക്കി അങ്ങോട്ടേക്ക് പോയെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ കൂട്ടുകാരിയോട് എവിടെ പോയതാന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഒരു ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, റോമൻ. അവന്റെ അടുത്തേക്ക് പോയി എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അലക്സി നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റോമൻ എന്ന് പറഞ്ഞ ഈ ചെറുക്കനും നമ്മുടെ ഈ അലക്സിയുടെ മകളായിട്ടുള്ള കാറ്റിയും കൂടെ ഒരു ചെറിയ എയറോപ്ലെയിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് അവൾക്ക് പറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ അവളുടെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് അങ്ങോട്ടേക്ക് റോമൻ അവളെ കൊണ്ടുവന്നത്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അലക്സി വന്നിട്ട് പറയാണ്, മോളെ പോയിക്കോ, പതിയെ അവളെ ഒഴിവാക്കി വിടുകയാണ്. മാത്രമല്ല ഇപ്പൊ അലക്സി ഈ ഒരു റോമനോട് പറയുന്നുണ്ട്, ഇനി എങ്ങാനും എന്റെ മോളെയും കൂട്ടി നീ വിമാനത്തിൽ കയറാൻ നോക്കിയാൽ പിന്നെ ഈ സ്ഥലത്ത് നീ ഉണ്ടാവില്ല എന്ന് പറയാണ്. അതായത് അലക്സി ഇവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫാണ്. അതുകൊണ്ട് ഇയാൾക്ക് അത്യാവശ്യം ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഈ റോമൻ ആണെങ്കിലോ ഇപ്പൊ വന്ന് പുതുതായിട്ട് ചേർന്ന ഒരു ചെറുക്കനാണ്, ഒരു ചോക്ലേറ്റ് പയ്യെന്ന് പറയാം. ഇതിനുശേഷം ഈ കഥയിലെ മറ്റു 2 പ്രധാന കഥാപാത്രങ്ങളെ കാണിക്കുകയാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന തന്റെ ഭാര്യയുടെ വീഡിയോ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പീറ്റർ. അതുപോലെ തന്നെ അവന്റെ അടുത്തേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്. അവന്റെ പേര് സെർജ്. ഈ സെർജ് ഭയങ്കര ഗടാഗടിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. ഇവർക്ക് 2 പേർക്കും വേഗം ഒരു കോള് വരികയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇവർ പോകുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ കഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം മാക്സിൻ. എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ നേരത്തെ അറിയായിരിക്കും. ഞാൻ 2 ദിവസം മുന്നേ മേജർ ഗ്രൂം പ്ലേഗ് ഡോക്ടർ എന്ന മൂവിയുടെ കഥ പറഞ്ഞായിരുന്നു. അതിലെ ഹീറോയാണ് ഈ ഒരു മാക്സിൻ കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സിനിമയിൽ ഇവന്റെ പേര് മാക്സിൻ ആണ്. മാത്രമല്ല ഇവൻ നല്ലൊരു മ്യൂസീഷ്യനാണ്. ഇവനും ഒരു കോള് വരുന്നുണ്ട്. നേരെ അങ്ങോട്ടേക്ക് പോകണം. അടുത്ത സീനിൽ ഒരു ഫാമിലി മാനെ കാണിക്കുകയാണ്. ഇയാളുടെ പേര് ആൻഡ്രൂ എന്നാണ്. ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനും ഒരു കോൾ
കോള് വരികയാണ്. പെട്ടെന്ന് തന്നെ അവനും പോവാണ്. ഇവരെല്ലാവരെയും വിളിച്ചത് ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള അലക്സിയാണ്. കാട്ടിലേക്ക് ഒരു വലിയ മിഷനുമായിട്ട് ഇവർ പോവാണ്. തീ ഇങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കെടുത്തണം. സോ അലക്സി അവന്റെ ടീമിനെയും കൂട്ടി പോവാൻ നിൽക്കുമ്പോൾ ഈ ടീമിനെയൊക്കെ ലിസ്റ്റ് ചെയ്ത് കാട്ടിലേക്ക് അയക്കുന്ന ഒരാളുണ്ട്, വലേറ. ഇങ്ങനെ ഒരു ടീം പോകുന്ന സമയത്ത് ആ ടീമിൽ 6 ആൾക്കാർ നിർബന്ധമായിട്ടും വേണം. എന്നാൽ അലക്സിയുടെ ടീമിൽ 5 പേരേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാട്ടി വെറുതെ 6 പേരുണ്ട് ടീമിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ എഴുതിയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ വലേറ പറയുന്നത് ഒരിക്കലും നടക്കില്ല. കാരണം ഇയാൾ ഭയങ്കര പെർഫെക്ഷന്റെ ആളാണ്. നമ്മുടെ അലക്സി പരമാവധി പറഞ്ഞു നോക്കി, വലേറ അമ്പനും വില്ലിനും നടക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലക്സി പുതിയ പിള്ളേരുടെ ഇടയിൽ റോമനെ കാണുന്നത്. അന്ന് ആദ്യം തന്നെ മകളുടെ കൂടി റോമനെ കണ്ട സമയത്ത് അവനെ കുറിച്ച് തന്നെ വല്ലാതെ പൊക്കി അടിച്ചായിരുന്നു. ഞാൻ ഭയങ്കര സ്കൈ ഡ്രൈവറാണ്, ഭയങ്കര ഇഷ്ടം കൊണ്ട് ഈ ഒരു ജോലിയിലേക്ക് വന്നതാണ്. അവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു അലക്സി ഒരു തീരുമാനം എടുക്കുകയാണ്. നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പുതിയ പിള്ളേരുടെ ലിസ്റ്റിൽ നിന്നും ഈ റോമന്റെ പേരെടുക്കുകയാണ്. ഇപ്പൊ അവിടുത്തെ ആ ഒരു ലേഡി സ്റ്റാഫിനോട് വേഗം തന്നെ റോമനെ ഇയാളുടെ ടീമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഓക്കെ എന്ന് പറഞ്ഞു. ഇതിനുശേഷം അലക്സി അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് നേരെ ആ ഒരു മിഷന് പോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ പുതിയ പിള്ളേര് അവിടെ ഇരുന്ന ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങോട്ടേക്ക് അലക്സി ചെന്നിട്ട് ഇവനെ പ്രത്യേകം വിളിച്ചിട്ട് പറയാണ്, നീ ഈ ഒരു ജോലിയിലേക്ക് വന്നത് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടാണെന്നല്ല പറഞ്ഞത്. അതുപോലെ നിനക്ക് ഒരുപാട് കഴിവുകളും ഉണ്ടെന്ന് നീ അന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാനൊരു അവസരം തരികയാണ്. ഞങ്ങൾ ഇപ്പൊ പോകുന്ന ഈ ഒരു മിഷനിൽ 6ാമത്തെ ആള് അത് നീയാണെന്ന് പറയാം. താല്പര്യം ഉണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവും, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആവശ്യമായിട്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് ഇവരവിടുന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ വേണ്ടി പോവാണ്. ആ ഒരു ഫ്ലൈറ്റിൽ നേരത്തെ നമ്മൾ കണ്ട ഒരു പെർഫെക്ഷനിസ്റ്റ് ഉണ്ടല്ലോ, വലേറ, അയാളും ഉണ്ട്. മാത്രമല്ല ഒരു വൃത്തിയില്ലാത്ത എപ്പോഴും ഒരു തീറ്റക്കാരനായിട്ടുള്ള ഒരു പൈലറ്റ് ഉണ്ട്, പാഷയുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയപ്പോൾ നമ്മുടെ ടീംസ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവർ 5 പേര്. ആ വരുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതിഗംഭീരമാണ്. ഇവരെ ആ ഒരു ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മറ്റൊരാളുണ്ട് ഓടി പാഞ്ഞു വരുന്നത്. ഇത് അതിനേക്കാൾ രസമായിരുന്നു കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ റോമൻ ഇലിയൻ തന്നെ, ചോക്ലേറ്റ് പയ്യൻ. പാവത്തിന് നമ്മുടെ അലക്സി പെടുത്തിയതാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ടീമിൽ ആള് ധരിക്കാൻ വേണ്ടി മാത്രം അലക്സി അങ്ങനെ ചെയ്ത്. എന്തായാലും ഫ്ലൈറ്റ് ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കാറ്റി ഉണ്ടല്ലോ, അവളുടെ കൂട്ടുകാരിയായിരുന്നു അലക്സി റോമനെ ടീമിൽ ചേർക്കാനായിട്ട് ഒരു ലേഡിയോട് പറഞ്ഞില്ലേ, അവള് നമ്മുടെ കാറ്റിയുടെ കൂട്ടുകാരിയായിരുന്നു. സോ കാറ്റിയോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കാറ്റി ഒരേറ്റം ഓട്ട് വിടുകയാണ്. ടേക്ക് ഓഫ് ആവാൻ നിൽക്കുന്ന ആ ഒരു ഫ്ലൈറ്റിന്റെ മുന്നിൽ പോയിട്ട് അവളങ്ങ് നിൽക്കുകയാണ്. ഇപ്പൊ പാഷയാണെങ്കിൽ സാറേ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവനാകെ പേടിച്ച് നിൽക്കുകയാണ്. കാറ്റി ആണെങ്കിൽ ഒരു കോസലും ഇല്ലാതെ ഇതിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. നീ എടുത്തോന്നൊക്കെ ഇപ്പൊ നമ്മുടെ അലക്സി പറയുന്നുണ്ടെങ്കിലും എവിടെ പെണ്ണ് മാറുന്നില്ല. അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെ ഫ്ലൈറ്റ് നിർത്തുകയാണ്. അവളിപ്പോ ആ ഒരു ഡോറിന്റെ ഭാഗത്തേക്ക് ഓടി വരുന്നുണ്ട്. ഡോറ് തുറന്ന വാർഡ് തന്നെ. ഈ റോമനെ കാണാനല്ല നമ്മുടെ കാറ്റി പോകുന്നത്, അലക്സി അച്ഛനെ കാണാനാണ്. എന്നാൽ അപ്പോഴേക്ക് റോമൻ അവളെ പിടിച്ചു വെച്ച് ഒരു ഉമ്മങ്ങട് കൊടുക്കുകയാണ്. എന്താ കിസ്സിങ്! ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും അമ്പരന്ന് അങ്ങനെ നിൽക്കുകയാണ്. മാത്രല്ല ഇപ്പൊ കാറ്റിയെ നോക്കിയിട്ട് റോമൻ പറയണേ, എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ തിരിച്ചു വരും. അങ്ങനെ അവൻ അതിൽ കയറി പോവുകയാണ്. ശരിക്കും അവൾക്ക് കരച്ചിൽ വരുന്നുണ്ട്. എന്നാൽ അത് അടക്കി പിടിച്ച് അവൾ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ഇവരുടെ ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ആ ഒരു കാടിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീ പിടിച്ച ആ ഒരു സ്ഥലത്ത് ഇവർ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചാടി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ, വെന്ത് അൽഫാമായി പോകും. സോ അതിന് മുന്നേ ഉള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ ചാടി ഇറങ്ങുകയാണ്. ചാടുന്നതിന് മുന്നേ അലക്സി ഈ റോമനോട് പറയുന്നുണ്ട്, നിനക്ക് ഈ സ്കൈ ഡൈവിംഗ് ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം ഉണ്ട് എന്ന് അവന്റെ മുഖം കണ്ടറിയാം. കാരണം ഇതുപോലെ ഫീൽഡിലേക്കൊന്നും അവൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ചാടിയില്ലെങ്കിൽ നിന്റെ ജോലി പ്രശ്നത്തിലാവെന്ന് പറഞ്ഞിട്ട് ഇവര് 4 പേരും 5 പേരും വളരെ കൂളായിട്ട് എടുത്ത് ചാടുകയാണ്. ഇതിനുശേഷം നമ്മുടെ റോമന് എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് ചാടുന്നുണ്ടെങ്കിലും അലറി കോക്കി വിളിച്ചുകൊണ്ടാണ് ഇവൻ ചാടുന്നത്. എങ്ങനെയൊക്കെയോ പാരച്യൂട്ട് പിന്നീട് കൺട്രോൾ ചെയ്ത് അവൻ കാട്ടിലേക്ക് വന്ന് വീഴുകയാണ്. എന്നാൽ നൈസായിട്ട് ലാൻഡ് ആകാൻ പറ്റുന്നില്ല. ഈ മരത്തിന്റെ ചില്ലയിൽ അവനങ്ങനെ കുടുങ്ങി തൂങ്ങിക്കിടുകയാണ്. അപ്പോഴാണ് മനുഷ്യനൊന്ന് ആശ്വാസമായത്. ഈ സമയത്ത് ബാക്കിയുള്ള 5 പേരും ഭയങ്കര കൂളായിട്ട് പാരച്യൂട്ടിൽ ലാൻഡ് ആയിട്ട് ഇവരങ്ങനെ നടന്നു പോവാണ്. പോകുന്ന വഴിക്ക് ഇവരിങ്ങനെ നോക്കിയിട്ട് തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ റോമനെ നോക്കി അങ്ങനെ ചിരിക്കാണ് കേട്ടോ. അപ്പൊ റോമൻ പറയുന്നുണ്ട്, ഒന്ന് വാടോ, ഒന്ന് രക്ഷപ്പെടുത്തോടൂ, നീ തന്നെ അങ്ങ് ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ 5 പേരും അവിടുന്ന് പോവാണ്. പിന്നീട് കാട്ടിൽ ഒരു ഭാഗത്ത് പോയിട്ട് ഇവർക്കായിട്ടുള്ള ടെന്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയപ്പോഴേക്കും ആ ഒരു ഭാഗത്തേ കൂടെ കാട്ടുതീ പടർന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ഇവർക്ക് ഇവരുടേതായ ടെക്നിക്കുകളുണ്ട് ഈ തീയെ തടുക്കാനായിട്ട്. അതായത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവർ മറ്റൊരു രീതിയിൽ ഒരു തീ ഉണ്ടാക്കിയിട്ട് ഈ തീയെ തടുക്കുകയാണ്. അത് അവരുടേതായ ഒരു ടെക്നോളജിയാണ്. സോ ഇതിനെക്കുറിച്ചെല്ലാം പുതുതായിട്ട് വന്ന റോമനോട് ഇവർ ചോദിക്കുകയാണ്. അവനിങ്ങനെ മുക്കി മൂളി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്ന കളിയാക്കിയ രീതിയിൽ അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും അവിടെയുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെട്ടി ചെറിയൊരു ചാല് കയറി അവിടെ മറ്റൊരു തീ ഉണ്ടാക്കാനായിട്ട് ഇവർ നോക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ ചെറുക്കൻ റോമൻ മറ്റൊരു കാര്യം കാണുകയാണ്. അതായത് ഇവരുടെ പിന്നിലായിട്ട് തീ ഇങ്ങനെ വല്ലാതെ ആളി പടരുന്നതായിട്ട്. നോർമൽ ആയിട്ടുള്ള തീ ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. ഇതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അതുപോലെ തന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കിയ റോമൻ ഇതിനെക്കുറിച്ച് പറയാണ്, ഇത് ബാക്ക് ഫയർ ആണ്. അതെന്താണെന്ന് അധികം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മറ്റൊരു ഭാഗത്തേക്ക് ചാല് കയറാനായിട്ട് പോയ ഈ സെർജി ഉണ്ടല്ലോ, അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നും നമ്മുടെ റോമൻ ഈ ഒരു കാര്യം പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പീറ്റർ ഉണ്ടല്ലോ, ഇവരുടെ ആ ഒരു ടെന്റിന്റെ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ എല്ലാം കത്തി നശിച്ചു പോയിരിക്കുകയാണ്. എന്തോ വെള്ളെടുക്കാൻ പോയതായിരുന്നു അവൻ. വന്ന് നോക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. എന്തായാലും വേഗം തന്നെ എല്ലാ വസ്തുക്കളും എടുക്കാൻ പറ്റില്ല. ഇവരുടെ ടെന്റിലെ ഒരാളുടെ സാധനം മാത്രം ഇവൻ പോയി എടുക്കുകയാണ്. അതായത് നമ്മുടെ മാക്സിൻ ഉണ്ടല്ലോ, ഒരു മ്യൂസീഷ്യൻ ആണല്ലോ, അവന്റെ ഗിറ്റാർ മാത്രം എടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു
കാട്ടിൽ നിന്നും ഇവരെല്ലാവരും ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ കാടിന്റെ പുറംഭാഗത്തായിട്ട് അവിടുത്തെ ആ ഒരു ഗ്രാമവാസികൾ ഈ വലിയ കാട്ടുതീയെ തടയാനായിട്ട് ഇതിന്റെ മുൻഭാഗത്ത് ചെറുതായിട്ടൊന്ന് തീ കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് തീയും ക്ലാഷ് ആയിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് കെട്ടുപോകും. അതുകൊണ്ടാണ് നമ്മുടെ ടീംസ് കാടിന്റെ ഉള്ളിൽ വെച്ച് അത് കെടുത്താൻ നോക്കുന്ന സമയത്ത് അവരുടെ പിന്നിൽ നിന്നും തീ വന്നത്. അങ്ങനെ ഈ നാട്ടുകാർ നോക്കി നിൽക്കി ഇവരെല്ലാവരും കാടിന്റെ ഉള്ളിൽ നിന്നും ഓടിപ്പാഞ്ഞ് പുറത്തേക്ക് വരികയാണ്. നാട്ടുകാർക്ക് ആകെ അമ്പരന്ന് പോയി. വന്നപാട് നമ്മുടെ ഈ ഒരു ഫയർ ടീമും നാട്ടുകാരും തമ്മിൽ അങ്ങോട്ട് ഉന്തും തള്ളുണ്ടാവുകയാണ്. മാത്രമല്ല ഇവരുടെ ലീഡറായിട്ടുള്ള അലക്സി ചോദിക്കുകയാണ്, അല്ല നിങ്ങളോട് ഇതുപോലൊരു ടീം കാട്ടിലേക്ക് വരുമെന്ന് ആരും പറഞ്ഞില്ല എന്ന് ഈ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയാണ്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കൊരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടേതായ ടെക്നിക്ക് ഉപയോഗിച്ച് ഇതിനെ കെടുത്താൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെ പൂർണ്ണമായിട്ടും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു ഫയർ ടീം നോക്കിക്കോളൂ എന്ന് കരുതിയിട്ട് നാട്ടുകാർ അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം അലക്സി അവന്റെ ആളുകളെയും കൂട്ടി മറ്റൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. മാത്രമല്ല അലക്സി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇവരുടെ മുകളിലുള്ള ആൾക്കാരെ വിളിക്കുകയാണ്. ഇവരുടെ എല്ലാ സാധനവും നഷ്ടമായല്ലോ. സോ അതിന് പകരം ഇനി സാധനങ്ങൾ ഇവർക്ക് ആവശ്യമാണ്. ഈ സമയത്ത് ഭയങ്കര വിഷാദത്തിലിരിക്കുന്ന ഈ പീറ്ററിന്റെ അരികിലേക്ക് നമ്മുടെ റോമൻ ചെന്നിട്ട് പറയണത്, എടോ നിങ്ങൾ കുറച്ച് സീനിയർ ആയിട്ട് ആളാണ്, അലക്സിയോട് നല്ല കമ്പനി ആയിരിക്കില്ലേ, അയാളുടെ കയ്യിലുള്ള ആ ഒരു ഫോണ് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വിളിക്കാനെന്ന് പറഞ്ഞിട്ട് ഒന്ന് മേടിച്ചു തരും, എനിക്ക് എന്റെ പെണ്ണിനോടൊന്ന് സംസാരിക്കാനാടോ. അല്ല നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണല്ലേ, ഞാൻ നിങ്ങളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇതിങ്ങനെ ഈ പീറ്ററിന്റെ മുഖത്ത് നോക്കി റോമൻ പറയുമ്പോൾ എന്തോ വല്ലാത്ത ദേഷ്യത്തിൽ ഇയാൾ എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്താണ് ബാക്കിയുള്ളവർ പറയുന്നത്, എടാ നീ എന്ത് മണ്ടത്തര കാണിച്ച്, ഗർഭിണിയായിട്ടുള്ള അവന്റെ ഭാര്യ തീയപകടത്തിൽ മരിച്ചു പോയതാണ്, അവന്റെ ഭാര്യയും കുഞ്ഞും ഇപ്പൊ ഇല്ല. സോ ഇത് പറഞ്ഞപ്പോഴാണ് പീറ്ററിന്റെ ആ ഒരു മുഖത്ത് വിഷാദത്തിന്റെ കാരണം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പീറ്ററിനെയും കാണിക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അലക്സി നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 5 പേര് നല്ല ഉറക്കത്തിലാണ്. വേഗം എഴുന്നേറ്റ് പണി തുടങ്ങാൻ വേണ്ടി പറയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു പൈലറ്റ് ആയിട്ടുള്ള പാഷിയും അതുപോലെ തന്നെ വലേറ രണ്ടുപേർക്കും മനസ്സിലായി ഇവരുടെ ആ ഒരു ടീമിന് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. സോ ഇവരുടെ ഫുഡ് എക്യുപ്മെന്റ്സ് എല്ലാം നഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ ഫ്ലൈറ്റ് ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ സാധനം കൊടുക്കാന്ന് വെച്ചാൽ അതിൽ ആവശ്യത്തിന് ഫ്യൂലില്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരനായിട്ടുള്ള ഒരാളുടെ ഒരു ഹെലികോപ്റ്റർ തൽക്കാലത്തേക്ക് പാഷ വലേറയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ഈ ഹെലികോപ്റ്ററിന്റെ അവസ്ഥയാണെങ്കിൽ ഇതൊരു പഴയ അപ്പൂപ്പൻ സാധനമാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസും ഒരു അപ്പൂപ്പൻ ലെവലിലായിരിക്കും. സാധാരണ ഒരു ഹെലികോപ്റ്റർ പറന്ന് പൊങ്ങുന്നത് പോലെ നിൽപ്പിൽ നിന്നും അതങ്ങനെ പൊങ്ങുന്നില്ല. ഇതിന്റെ ആ ഒരു എഞ്ചിൻ കംപ്ലൈന്റ് കാരണം ഒന്ന് റണ്ണായതിന് ശേഷമേ ഇത് പറക്കുള്ളൂ. എന്തായാലും ഒരു താല്പര്യമില്ലാതെ ഈ വലേറ ഇപ്പോ അയാളുടെ കൂടെ, പൈലറ്റിന്റെ പേര് ഒക്കോപ്പിച്ചെന്നാട്ടോ, ആളൊരു തേനീച്ച കർഷകനാണ്. അപ്പൊ അതിന്റേതായ ആ ഒരു നാടൻ സ്വഭാവം തനതായ സംസാര ശൈലിയൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും വലേറക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. മാത്രമല്ല ഇവരങ്ങനെ പോയിട്ട് കാടിന് തീ പിടിച്ച ആ ഒരു ഭാഗം കാണുകയാണ്. അടുത്ത സീനിൽ ഈ കാടിനരികിലായിട്ടുള്ള ഒരു ഗ്രാമം കാണിക്കുകയാണ്. ഇന്നലെ രാത്രി വന്നിട്ട് കുറച്ച് ആൾക്കാർ തീയിട്ട് പോയില്ലേ, ആ ആൾക്കാർ ഈ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ്. ഇന്ന് ഇവിടെ ഒരു കല്യാണ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഫയർ ടീമിലെ ഒരു 4 പേര് വരുന്നത്. ആരൊക്കെയാണ്? പീറ്ററും സെർജിയും മാക്സിനും ആൻഡ്രും. ആ കൂട്ടത്തിൽ ഇവരുടെ ലീഡറായിട്ടുള്ള അലക്സി ഇല്ല, അതുപോലെ തന്നെ റോമനും ഇല്ല. ഇവരിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് അവരുടെ ലീഡറായിട്ടുള്ള അലക്സി പറഞ്ഞിട്ടാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും ഇവരുടെ കയ്യിലില്ല, ഭക്ഷണമില്ല, ആയുധങ്ങളില്ല. അത് ചോദിച്ചാണ് വന്നത്. എന്നാൽ ചോദിച്ചപാട് തന്നെ ഇവരതൊന്നും തരാൻ പറ്റില്ല എന്ന് പറയാണ്. അതൊക്കെ നിങ്ങൾ കൊണ്ടുവരണ്ടേ. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാക്സിൻ അവന്റെ കയ്യിലുള്ള ആ ഒരു ഗിറ്റാർ വെച്ച് അവന്റേതായ ആ ഒരു ശൈലിയിൽ ഒരു മ്യൂസിക് എല്ലാം പ്ലേ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്യാണ പെണ്ണിനെയും കല്യാണ ചെക്കനെയും ഒക്കെ ഒന്ന് സുഖിപ്പിക്കുകയാണ്. അതായത് ഒരു പാട്ടിലൂടെ. എന്നിട്ട് അവരോട് കേണ് അപേക്ഷിക്കുകയാണ്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന രീതി. എന്തായാലും എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിനുള്ള തൂമ്പ പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കണം. പക്ഷെ അതിൽ നോക്കുമ്പോൾ ഇവർ ചോദിച്ച വാളോ അല്ലെങ്കിൽ മരർക്കുന്ന മെഷീൻ അതൊന്നുമില്ല. അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പൻ പറയാണ്, എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ വാ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ഇവരെ ഷെഡിലേക്ക് കൊണ്ടുപോകണം. ഇതേ സമയത്ത് തന്നെ ഇവിടെ കല്യാണ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇച്ചിരി വൈനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഈ പീറ്റർ ആണെങ്കിൽ ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല. അവൻ അവിടെ പോയിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു കുടിയൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ കുടിക്കുന്നത് വെള്ളമാണോ അല്ലെങ്കിൽ കള്ളാണോ? ഇപ്പൊ പീറ്റർ പറയാണ് വെള്ള കുടിക്കുന്നത്. കാരണം ജോലി സമയത്ത് ഇതുപോലെ ബോധം കിട്ടി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. ഈ വന്ന ആളാണെങ്കിലോ മുഴുക്കുടിയനാണ്. ഇയാളുടെ ഭാര്യ വന്നിട്ട് കുടിക്കരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ഇയാളുടെ മകള് ഗർഭിണിയാണ്, ഏത് നിമിഷവും പ്രസവ വേദന വരും. അങ്ങനെ വന്നാൽ അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകണം. സോ ബോധത്തിലിരിക്കാൻ വേണ്ടി ഇയാളോട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഭാര്യ മാറി ഉടനെ തന്നെ ഇയാൾ നല്ലിട്ട് വീശുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെർജ്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഗടാഗടിയനാണ്. അവന്റെ ആ ഒരു ബോഡിയും അതുപോലെ തന്നെ അവന്റെ ആ ഒരു ഈ തീ വെച്ചുള്ള ഓരോ സാഹസികതയൊക്കെ കാണിച്ചിട്ട് അവിടെയുള്ള പെൺകുട്ടികളെ ഇവൻ വല്ലാതെ ഇംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാക്സിനെ നോക്കുകയാണെങ്കിൽ അവൻ കളിക്കുന്നത് പിള്ളേരുടെ കൂടെയാണ് കേട്ടോ. ഓരോ തമാശകളൊക്കെ കാണിച്ച് പിള്ളേരെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുകയാണ്. കാരണം മാക്സിന് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേ സമയം സെർജയെ നോക്കുകയാണെങ്കിൽ ഇവൻ ഈ പെൺകുട്ടികളെ ഇങ്ങനെ ഇംപ്രസ് ചെയ്യുന്നതും ആ നാട്ടിലെ ആസ്ഥാന കോഴിയൊക്കെ പറ്റുന്നില്ല. ഇവന്മാർ തുറച്ച് നോക്കുകയാണ് സെർജി അങ്ങനെ. പിന്നെ നമ്മുടെ കോഴിക്കുട്ടന്മാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സെർജയ്ക്കാണെങ്കിലും അപാര ബോഡിയാണ്. പോരാത്തതിന് ഒടുക്കത്തെ ഓരോ സാഹസികതയും. പയ്യന്മാർക്ക് കുശുമ്പ് തോന്നാൻ വേറെ എന്തെങ്കിലും വേണം. ഇതേ സമയത്ത് തന്നെ കാട്ടിന്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള റോമനെയും അലക്സിനെയും കാണിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ അവനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, എന്നാൽ ഒരുമാതിരി പൂപ്പല് പിടിച്ചതുപോലെ ചെതല് പിടിച്ചതുപോലെയുള്ള ഒന്നിനും കൊള്ളാത്ത കുറെ വിറക് അവൻ കൊണ്ടുവരുന്നത്. മാത്രമല്ല ചെറുക്കനാണെങ്കിൽ എപ്പോഴും കണ്ണാടി വെച്ചങ്ങനെ നടക്കും. ഇപ്പൊ അലക്സി ചോദിക്കുകയാണ്, അല്ലടാ നിനക്ക് ഈ കാര്യമൊക്കെ ചെയ്യാൻ നല്ല പേടിയുണ്ട്, നിന്റെ ആ ഒരു പേടി മറയ്ക്കാനാണല്ലേ ഇതുപോലെ കണ്ണട വെച്ചത്? അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ഒരു സ്റ്റൈലല്ലേ പപ്പ എന്ന് ചോദിക്കുകയാണ്. അതായത് അലക്സിയുടെ മോൻ
മോളെയാണല്ലോ നമ്മുടെ റോമൻ ഇഷ്ടപ്പെടുന്നത്. ഇതേ സമയത്ത് വാക്കി ടോക്കിയിൽ ഈ അലക്സിയെ ഹെലികോപ്റ്ററിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോമൻ വിളിക്കുകയാണ്. ഇതേ സമയത്ത് അലക്സിയുടെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്. അത് ആര് കാണാണ്? റോമൻ കാണാണ്. ഇയാൾ പതിയെ അവിടെ നിന്ന് മാറിയപ്പോൾ റോമൻ അത് അടിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പൊ അലക്സി എന്തിനാണ് ഈ വലേറെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും നേരം ഇവർ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു തീയല്ല ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ തീക്ക് പ്രത്യേകമായിട്ട് ഒരു പേര് തന്നെയുണ്ട്, കൗണ്ട് ഫയർ. കാരണം 1 മിനിറ്റ് കൊണ്ട് ഇത് 100 മീറ്ററാണ് വ്യാപിക്കുന്നത്. അതായത് 1 കിലോമീറ്റർ വനത്തിലേക്ക് തീ പിടിക്കാനായിട്ട് 10 മിനിറ്റ് മാത്രം മതി. ഇതേ സമയത്ത് തന്നെ അലക്സിയുടെ ആ ഒരു ഫോൺ അടിച്ചു മാറ്റിയിട്ട് റോമൻ ഇപ്പോൾ കൊണ്ടുപോയില്ലേ, അവൻ നേരെ വിളിക്കുന്നത് നമ്മുടെ കാറ്റിയാണ്. കോള് വന്ന പാട് തന്നെ അവളാകെ ഞെട്ടിപ്പോവാണ്. നീയോ? എന്തായാലും അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതിന്റെ ഇടയിൽ യാദൃശ്ചികമായിട്ട് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച ഈ റോമൻ കാണുകയാണ്. അതായത് ഇവരിയ്ക്കുന്ന ഭാഗത്തേക്ക് അതിവേഗത്തിൽ തീ വരികയാണ്. ഇത് കണ്ട് സ്റ്റെക്കായി പോയ റോമൻ ഇപ്പോ നമ്മുടെ ഒരു കാറ്റിയോട് സംസാരിക്കുന്നില്ല. നീ എന്താ വിളിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇതിനിടയിൽ എന്തൊക്കെയോ ഈ റോമൻ വിളിച്ചു പറയാണ്. തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫോൺ ആ ഒരു വെള്ളത്തിലേക്ക് വീണുമ്പോൾ തീ പടരുന്നുണ്ട് എന്ന് റോമൻ പറയുന്നത് കാറ്റി കേട്ടു. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. സോ ഇത് മാത്രം പോരെ അവൾക്ക് ടെൻഷൻ വരാൻ. ഇപ്പൊ ഗ്രാമത്തിൽ നോക്കുകയാണെങ്കിൽ ഗർഭിണിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് ഏത് നിമിഷവും വേദന വരും എന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ആ പെണ്ണുങ്ങൾ ഇയാളുടെ ഭർത്താവിനോട് കുടിക്കരുത് എന്ന് പറഞ്ഞത്. എന്നാൽ ഇയാൾ കുടിച്ചൊരു ബോധമില്ലാതെ നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വേദനയും വന്നു തുടങ്ങി. എന്ത് ചെയ്യും? ഇനി ബസ് ആര് ടൗണിലേക്ക് ഓടിച്ചുകൊണ്ട് എന്ന ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പീറ്റർ വന്നിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയണം. അങ്ങനെ പീറ്റർ ഇപ്പോൾ ആ ഗർഭിണിയായിട്ടുള്ള പെണ്ണിനെയും അതുപോലെ തന്നെ അവളുടെ അമ്മയും കൂട്ടിയിട്ട് തൽക്കാലം ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പോവാണ്. അധികം വൈകാതെ വേഗം വരണേന്ന് പറഞ്ഞിട്ടാണ് ഇവനിപ്പോ അവന്റെ ടീം മെമ്പേഴ്സ് വിടുന്നത്. ഇതിനുശേഷം നമ്മുടെ ടീംസ് എല്ലാം ഒരു ഭാഗത്ത് അങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ കോഴിച്ചക്കന്മാരുണ്ടല്ലോ, ഇവന്മാർക്ക് അസൂയ മുഖത്ത് സെർജിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം, ഓവറായിട്ട് കളിക്കാൻ നിൽക്കണ്ട, കളിച്ചാൽ നീ എന്താക്കൂടെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഇട്ട് നല്ല അടി കിട്ടുകയാണ്. കാരണം അറിയാലോ, സെർജി എന്ന് പറഞ്ഞാല് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടൊന്നും ചെറുക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഫൈറ്റിനിടക്കാണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്? അലക്സി വരുന്നത്. ഇയാളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വന്ന പാട് തന്നെ ഈ ഗ്രാമത്തിലുള്ള മൂപ്പനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയണം. ഈ സമയത്താണ് റോമൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ റോമനെ കണ്ട പാട് തന്നെ അലക്സി പറയാണ്, ആ ഫോൺ നീ എടുത്തു എന്ന് എനിക്കറിയാം, അതിപ്പോ എനിക്ക് വേണം. ഇവിടെ നടക്കുന്ന ആ ഒരു കൗണ്ട് ഫയറിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വിവരം അറിയിക്കണം. എന്നാൽ ഇപ്പൊ നമ്മുടെ റോമൻ ഒന്ന് പരിയും കളിക്കുകയാണ്. കാരണം എന്താ, അവന്റെ കയ്യിൽ നിന്നും ആ സാറ്റലൈറ്റ് ഫോൺ അത് മിസ്സായിട്ടുണ്ട്. ഭ്രാന്തിളകിയ അലക്സി ഇപ്പൊ നേരെ മൂപ്പന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ, എത്രയും പെട്ടെന്ന് ഈ ഗ്രാമം ഒഴിവാക്കി പോകണം. എന്നാൽ സ്വന്തം ഗ്രാമവും വീടും ഇതെല്ലാം ഒഴിവാക്കി പോകാനായിട്ട് ആ ഒരു മനുഷ്യര് പറ്റുമോ? ആദ്യമൊക്കെ ഇല്ലാന്ന് പറയാണ്. ഇപ്പൊ അലക്സ് ഇയാളെയും കൂട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് ആ തീയും അതിന്റെ പുകയും കാണിച്ചു കൊടുക്കുകയാണ്. അധികം നേരമില്ല, ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരും. ഇനിയും അതിനുശേഷം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ വരുന്ന തീ ആദ്യം നിങ്ങളുടെ തോട്ടത്തിലേക്ക് കയറും, പിന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് കയറും, പിന്നെ എന്ത് സംഭവിക്കും എന്ന് ഞാൻ പറയണ്ടല്ലോ. ദയവ് ചെയ്തിട്ട് ജീവൻ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പൊക്കോ, 10 മിനിറ്റിനുള്ളിൽ പൊക്കോ എന്ന് പറയണം. ഇതേ സമയം തന്നെ ക്യാറ്റിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്തൊരു വലിയ അപകടം അവിടെ നടക്കാൻ പോവാന്ന്. എന്നാൽ അവരുടെ ഒരു ഹെഡ് ഓഫീസിൽ ഈ ഒരു കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ നേരെ പോയിട്ട് ഈ ഒരു കാര്യം വ്ളാഡിമറിനോട് പറയുന്നുണ്ടെങ്കിലും ഇയാൾ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമെങ്കിൽ അവർ തന്നെ വിളിച്ചോളൂ എന്ന് പറയണം. എന്നാൽ വിളിക്കാൻ അവരുടെ കയ്യിൽ സാറ്റലൈറ്റ് ഫോൺ ഇപ്പൊ നിലവിലില്ലല്ലോ. സോ അവരുടെ കാര്യം നമ്മളായിട്ട് തന്നെ എങ്ങനെയെങ്കിലും അന്വേഷിക്കണം എന്ന് അവൾ പറയുമ്പോൾ വ്ളാഡിമർ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെ പറയാണ്. ഇയാളാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനും കൂടിയാട്ടോ. ഇതിനിടയിൽ ആ ഒരു ഗ്രാമത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാരൊന്നും വീട് വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറാവുന്നില്ല എന്ന് അലക്സിയോട് ആൻഡ്രൂ വന്ന് പറയുന്നുണ്ട്. നമുക്കത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അലക്സി ആണെങ്കിൽ ഒരു തീപ്പെട്ടിയും കത്തിച്ചിട്ട് ആ തീയുടെ ദിശ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് അലക്സിയെ നേരിട്ട് തന്നെ കളത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അതായത് പോവാൻ സമ്മതമില്ലാത്ത ആൾക്കാരൊക്കെ പെറുക്കിയെടുത്ത് മര്യാദക്ക് ഇറങ്ങിക്കുമെന്ന് പറയാണ്. കാരണം അവർക്കറിയില്ല വരാനിരിക്കുന്ന ആ ഒരു വലിയ അപകടം, അതിന്റെ ആ ഒരു എന്താ പറയാ പവർ അതെന്താണെന്ന്. എന്തായാലും പിള്ളേരെ എങ്ങനെയെങ്കിലും ആദ്യം തന്നെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ വെലേറെ ഇപ്പൊ ഒരു ഹെലികോപ്റ്ററുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. ഈ ഗ്രാമത്തിലേക്ക് അവരോട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് ബസ്സിൽ നമ്മുടെ പീറ്റർ പോയായിരുന്നല്ലോ. ഇവൻ ഈ ഒരു കാര്യമൊന്നും അറിയുന്നില്ല. ഭയങ്കര പ്രഹരശേഷിയുള്ള ഒരു കാട്ടുതീ തന്നെ പടർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ പോകുന്ന വഴിയിൽ അവൻ അത് അറിയാൻ കഴിഞ്ഞു. കാരണം അതിന്റെ ആ ഒരു പുക പെട്ടെന്ന് തന്നെ ഏതൊക്കെ ഹോള് ഈ ഒരു ബസ്സിലുണ്ടോ അത് മുഴുവനായിട്ടും അടയ്ക്കാൻ വേണ്ടി പീറ്റർ ഇപ്പോ ആ ഒരു പെൺകുട്ടിയുടെ അമ്മയോട് പറയാണ്. ഇതേ സമയം ഹെഡ് ഓഫീസിൽ കാണിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പെട്ടെന്ന് നമ്മുടെ കാറ്റി വന്നിട്ട് പറയാണ്, മിനിസ്റ്റർ വന്നിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പൊ വ്ളാഡിമർക്കും എല്ലാവരും അവിടുന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇയാളുടെ സിസ്റ്റവും ബാക്കിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാറ്റി വേഗം അവിടുത്തെ കാര്യങ്ങൾ അവൾക്കറിയാവുന്ന രീതിയിൽ പരിശോധിച്ച് നോക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ വ്ളാഡിമർ വന്നിട്ട് പറയാണ്, നീ ഇപ്പൊ ചെയ്ത പരിപാടിക്കുണ്ടല്ലോ, നിന്നെ ഈ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും. തെമ്മാടിത്തരം കാണിക്കുന്നത് ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഈ ഒരു കാറ്റി പറയാണ്, ചില സമയത്ത് അത് കാണിച്ചേ മതിയാവുള്ളൂ, ഞാൻ പറഞ്ഞതല്ലേ അവിടെ കാര്യമായിട്ട് എന്തോ സംഭവിക്കുന്നതെന്ന്. ഇപ്പൊ തെളിവ് സഹിതം നമ്മുടെ കാറ്റി അത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് കാട്ടിൽ തീ പടരുന്നത് അത്രയും വേഗത്തിലാണ്. ഇതേ സമയത്തിന് ആ ഒരു ഗ്രാമത്തിൽ കാണിക്കുകയാണ്, ഇവിടുത്തെ ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം ചുറ്റും കാടാണ്, എവിടെ വേണമെങ്കിലും തീ വേഗം വരാം. അതുകൊണ്ട് കുട്ടികളെ ആദ്യം സേഫ് ആക്കാനായിട്ട് ഈ ഹെലികോപ്റ്റർ എന്തായാലും താഴേക്ക് ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഹെലികോപ്റ്ററിന് താങ്ങാവുന്ന ആ ഒരു വെയിറ്റ്, അത്രയും വെയിറ്റിൽ ഒരു വണ്ടിയിൽ കുറച്ച് പെൺകുട്ടികളെയും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ കയറ്റി പോവാന്ന് ഇപ്പൊ അലക്സി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. എത്രത്തോളം വെയിറ്റ് താങ്ങാൻ പറ്റുമെന്നുള്ള കാര്യം ആ ഒരു ഒക്കോപ്പിച്ച്, അതായത് ഹെലികോപ്റ്ററിന്റെ ആ ഒരു പൈലറ്റിനോട് ചോദിക്കുമ്പോൾ അവനൊരു വെയിറ്റ് പറയുന്നുണ്ട്. സോ ആ വെയിറ്റിനനുസരിച്ച് പിള്ളേരെയും അതുപോലെ തന്നെ
അമ്മമാരെയും അതിൽ കയറ്റുകയാണ്. എന്നാൽ ഹെലികോപ്റ്റർ എടുക്കാൻ നോക്കുമ്പോൾ അത് പൊന്തുന്നില്ല. കാരണം അമ്മമാരുടെ വെയിറ്റ് അതിന് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അലക്സി അമ്മമാരോട് ഇറങ്ങാൻ വേണ്ടി പറയാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ ഒറ്റക്കാക്കിയിട്ട് അവർ ഇറങ്ങില്ല തന്നെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ ആ ഒരു ഗ്രാമ തലവനുണ്ടല്ലോ, ഇയാൾ വന്നിട്ട് ഇറങ്ങും മക്കളെ, കുഞ്ഞുങ്ങളെങ്കിലും സേഫ് ആയിട്ട് ഇവിടുന്ന് പോട്ടെ എന്ന് പറയണം. അങ്ങനെ മനസ്സ് കല്ലാക്കി കുഞ്ഞുങ്ങൾ അതിൽ ഇരുത്തിക്കൊണ്ട് ആ അമ്മമാര് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ആ ഒരു സമയത്തുള്ള ആ ഒരു കുട്ടികളുടെ കരച്ചിൽ, ഈ അമ്മമാരുടെ കരച്ചിൽ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യും. സോ എന്തായാലും ആ ഒരു കുഞ്ഞുങ്ങളെ ജീപ്പിൽ മാത്രമായിട്ട് അങ്ങനെ ഇരുത്താണ്. മാത്രമല്ല ആ ഒരു ജീപ്പിന്റെ മുന്നിലേക്ക് നമ്മുടെ മാക്സിനെയും കയറ്റിയിരുത്താണ് ആര്, അലക്സി. കാരണം കുട്ടികളോട് സംസാരിക്കാനും അവരോട് പെരുമാറാനും ഏറ്റവും നല്ലത് മാക്സിൻ തന്നെയാണ്. മാത്രമല്ല ഈ ഒരു ഹെലികോപ്റ്ററിന് ഒറ്റയടിക്ക് ഇതിനെടുത്ത് അങ്ങോട്ട് പൊന്തിക്കാൻ കഴിയോ? ഇല്ല, ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് ഹെലികോപ്റ്റർ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടേ ഇതിനെ പൊക്കാൻ കഴിയുള്ളൂ. സോ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു ജീപ്പ് കുറച്ചു ദൂരം ഈ ഗ്രാമത്തിലൂടെ അങ്ങനെ പോകണം കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് ഇതിനെ പെട്ടെന്ന് പൊന്തിക്കാൻ കഴിയുന്നില്ല. പഴയ ഹെലികോപ്റ്റർ ആണല്ലോ. ഇപ്പൊ റോമനും ഈ ഒക്കോപ്പിച്ചിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എടാ പൊക്കടാ 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 എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഒക്കോപ്പിച്ച് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു മാക്സിനും പിള്ളേരും ഈ കാട്ടിലൂടെ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു ജീപ്പിൽ അങ്ങനെ പോകാണല്ലോ. പിള്ളേരും മാക്സിനും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഹെലികോപ്റ്റർ പൊന്തുകയാണ്. കൂടെ തന്നെ ആ ഒരു ജീപ്പും. ഇത് കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന നാട്ടുകാർക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. ഓക്കെ, എന്തായാലും ഇനി വേഗം റെഡിയാക്കിയെന്ന് പറയണം. കാരണം ഇവിടെ തന്നെ ഒരു പുഴയുണ്ട്. ആ പുഴയിലൂടെ ഇനി ഇവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുള്ളൂ. കാരണം പുഴയിലേക്ക് വെള്ളത്തിലേക്ക് എന്തായാലും തീ വരില്ലല്ലോ. അതുപോലെ ഇവരുടെയൊക്കെ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വ്ളാഡിമർ ഉണ്ടല്ലോ, കേറ്റി ആ അപകടത്തിന്റെ ഗൗരവം അത് എത്രത്തോളം ആണ് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ മുകളിൽ നിന്നും യാതൊരു ഉത്തരവും ഇല്ലാതെ ഇയാളുടെ സ്വന്തം റിസ്കിൽ ഈ കേറ്റിയെ കൂട്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ഒരു ഫ്ലൈറ്റിൽ പോവുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈഫ് സപ്പോർട്ടും കൊടുക്കാനായിട്ട്. എന്നാൽ ഈ കാറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. അവൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഉയരത്തിലേക്ക് പോയാൽ ആ ഒരു മർദ്ദ വ്യത്യാസം കാരണം അവൾക്ക് ചെറിയൊരു മൈൽഡ് അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റോമൻ ഈ കെറ്റിയുമായിട്ട് പോകാൻ നിന്ന സമയത്ത് അങ്ങോട്ടേക്ക് അലക്സ് വന്ന് അവനെ ചീത്ത പറഞ്ഞതും അതുപോലെ തന്നെ അവനെ തടുത്തതും. എന്തായാലും അവൾക്കിപ്പോൾ വല്ലാതാവുന്നുണ്ട്. വ്ളാഡിമർ വേഗം തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൾ ഓക്കെ ആകുന്നുണ്ട്. ഇതേ സമയം തന്നെ കാടിന്റെ മറ്റൊരു ഭാഗത്ത് ഒക്കോവിച്ചും അതുപോലെ വലേറിയും കൂടിയിട്ട് ഈ പിള്ളേരെ മുഴുവനായിട്ട് ഒരു ജീപ്പിൽ കയറ്റിയിരുത്തി അവരങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. പിള്ളേരെല്ലാം ഭയം കാരണം ഭയങ്കരമായിട്ട് കരയാണ്. ഇപ്പൊ മുന്നിലിരുന്ന നമ്മുടെ ഈ ഒരു മാക്സിൻ ഉണ്ടല്ലോ, അവൻ മുന്നോട്ടേക്ക് വന്നിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് കൂളാക്കാൻ നോക്കുകയാണ്. എന്നിവിടെ വെച്ച് മറ്റൊരു വലിയ അപകടം നടക്കുകയാണ്. ഈ ഒരു വാഹനം കെട്ടിവെച്ചിരിക്കുന്നത് 4 കയറിലാണ്. അതിലൊരെണ്ണം ഇവിടെ വെച്ച് ബ്രേക്കായി. നന്നായിട്ട് ആ ഒരു ജീപ്പ് ഇപ്പൊ ഷേക്ക് ആവുന്നുണ്ട്. പിള്ളേരൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ വെച്ച് വേറൊരു നിവൃത്തിയില്ല. എവിടെയെങ്കിലും ഈ ഒരു ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് പിള്ളേരെ ഉള്ളിലേക്ക് കയറ്റുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. പക്ഷേ ഈ കത്തി എരിയുന്ന കാടിൽ എവിടെയാണ് ഈ ഹെലികോപ്റ്റർ കൊണ്ടുപോയിട്ട് ആ ജീപ്പിനെ ഒന്ന് ഇറക്കിയെടുക്കുക. ഇനി മുതൽ ഇവരുടെ ശ്രമം അതുപോലെ ഒരു വലിയ തീയൊന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കുക, അവിടേക്ക് ഈ ജീപ്പ് ഇറക്കുക, അതിനുശേഷം ഹെലികോപ്റ്ററിൽ പിള്ളേരെ കയറ്റുക. ഇപ്പൊ കാടിന്റെ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അലക്സി ഇപ്പൊ ആ ഒരു ഗ്രാമവാസികൾ മുഴുവൻ കൂട്ടിക്കൊണ്ട് ആ നദിയുടെ അരികിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അവരിപ്പോ ഒരു മലയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ സമയത്താണ് ഗ്രാമവാസികൾ ഒരു കാര്യം നേരിട്ട് കാണുന്നത്. അവർ ഇത്രയും കാലം ജീവിച്ച അവരുടെ വീടുകൾ, അവരുടെ തോട്ടം ഇതെല്ലാം നിന്ന് കത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആയുഷ്കാലം കൊണ്ട് ആ മനുഷ്യരുണ്ടാക്കിയ അവരുടെ സ്വത്ത് സമ്പത്ത് എല്ലാം കത്തിയേരുമ്പോൾ അവരുടെ ആ ഒരു വികാരത എന്തായിരിക്കും? നോക്കി നിന്ന് കരയാണ് ആ ഒരു മനുഷ്യര്. അവരുടെ ആ ഒരു ഹൃദയത്തിന്റെ തേങ്ങല് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇപ്പൊ അവരുടെ ആ ഒരു ലീഡറായിട്ടുള്ള പ്രായമായിട്ടുള്ള അപ്പാപ്പനുണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് നിന്ന് അലക്സി കാര്യങ്ങൾ പറയാണ്. ഇനിയും നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് തീ ഇങ്ങോട്ടേക്ക് എത്തും. അതുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. മുന്നോട്ടല്ല, മുകളിലേക്ക്. ഇനി കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പീറ്റർ ഗർഭിണിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് പോവുകയാണല്ലോ. പോകുന്ന വഴിയിൽ കാടിന്റെ 2 ഭാഗവും തീ പിടിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ആ വാഹനത്തിന്റെ എല്ലാ ഭാഗവും അടച്ചതുകൊണ്ട് ഉള്ളിലേക്ക് പുക കയറുന്നില്ല. എന്നാൽ ഇവർക്ക് എന്താ പറയാ, നല്ല രീതിയിൽ ശ്വസിക്കാനും കഴിയുന്നില്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ മുന്നിലേക്ക് ഒരു മരത്തടി അങ്ങ് വീഴുക. മറ്റൊരു നിവൃത്തിയില്ല. ഇപ്പൊ പീറ്റർ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവന്റെ കൈകൾ കൊണ്ട് തന്നെ തീ പിടിച്ച് എരിയുന്ന ആ ഒരു വലിയ മരത്തിന്റെ കഷ്ണം അവനെടുത്ത് മാറ്റുകയാണ്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കേണ്ടത് ഈ മനുഷ്യരുടെ ധൈര്യമാണ് കേട്ടോ. എന്തായാലും പിന്നീട് ആ ഒരു ബസ് എടുത്ത് ഇവര് പോകാൻ നേരത്ത് ഇപ്പൊ പീറ്റർ പറയണ പേടിക്കേണ്ട, ആ ഒരു പാലം എത്താനായിട്ടുണ്ട്. എന്നാൽ ഇവരറിയാത്തൊരു അപകടം ഉണ്ടായിരുന്നു. ഈ പാലവും മരം കൊണ്ടാണ് ഇതിന്റെ അടിഭാഗം തീ പിടിച്ച് പതിയെ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിലേക്കാണ് ഇപ്പൊ ഈ ഒരു ബസ് വന്ന് കയറുന്നതും അതുപോലെ തന്നെ ഇതിന്റെ നടുഭാഗം പൊട്ടി ബസ് അതിലേക്ക് വീഴുന്നതും. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ആ ആക്സിഡന്റിൽ 2 പേരുടെ ബോധം പോവാണ്. വണ്ടി ഓടിക്കുന്ന പീറ്ററിന്റെയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ അമ്മയും. ഇപ്പൊ ഈ ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് നല്ല വേദനയുണ്ട്, അതുപോലെ എഴുന്നേറ്റ് നിൽക്കാനും കഴിയുന്നില്ല. അമ്മയുടെ ബോധം പോയിട്ട് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നുമില്ല. ഇനി ഇങ്ങോട്ടേക്ക് ഇവർ രക്ഷിക്കാൻ വരുന്ന നമ്മുടെ കാറ്റി അതുപോലെ തന്നെ വ്ളാഡിമറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാറ്റിക്ക് ആ ഉയരം കൂടിയത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ ആ വീണ്ടും ടെൻഷൻ ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം അലക്സിയും അതുപോലെ തന്നെ ആ ഒരു ഗ്രാമവാസികളും കാണിക്കുകയാണ്. അവർ ആ ഒരു കുന്നിന്റെ മുകളിലേക്ക് നടന്നു പോയെങ്കിലും തീ മറ്റൊരു ഭാഗത്തൂടെ ഈ ഒരു കാടിലേക്ക് പടർന്ന് ഇപ്പൊ ഇവർക്ക് എങ്ങോട്ടേക്കും പോവാൻ വഴിയില്ലാത്ത രീതിയിൽ ഈ തീന് നടുവിലായിട്ട് ഇവര് ട്രാപ്പായിട്ട് നിൽക്കുകയാണ്. അത്രയും ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ. ആ മനുഷ്യരൊക്കെ അതിനെങ്ങനെ അതിജീവിക്കുന്നു അറിയില്ല. കഠിനമായ ചൂട്, ഇതിന് പുറമെ തീ ഇങ്ങനെ എന്താ പറയാ ആളിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാറ്റിന്റെ വേഗതയിൽ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പീറ്ററും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും ആ ഒരു ബസ്സിൽ ബോധം കെട്ട് കിടക്കുകയാണല്ലോ. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ആ അമ്മയും അതുപോലെ തന്നെ പീറ്ററിനെ
ബോധം വന്നിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ ഒന്നും അനങ്ങാൻ വരെ കഴിയുന്നില്ല. കാരണം പ്രസവവേദന വന്നു കഴിഞ്ഞു. ഇനി പ്രസവിക്കല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് പീറ്റർ ഇവിടെ വെച്ച് ആ സ്ത്രീയോട് പറയാണ്, നമുക്ക് വേറെ വഴിയില്ല, കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കണമെന്ന്. എന്നാൽ ആ ഒരു പെണ്ണിന് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു. പീറ്റർ പരമാവധി അവൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവിടെ വെച്ച് അവരത് ചെയ്യാണ്. അവളുടെ വയറിൽ ചെറുതായിട്ട് പുഷ് ചെയ്ത് ആ കുഞ്ഞിനെ ഇവര് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ചുറ്റും തീ, ആ ബസ്സും ഇപ്പൊ പൊട്ടിത്തെറിക്കും. ഈ സമയത്താണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. ഒരു വല്ലാത്ത ഫീലാണ് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ. എന്തായാലും ആ ഒരു കുഞ്ഞുമായിട്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ കുഞ്ഞിനെ അതിന് മുത്തശ്ശി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസവിച്ച ഈ പെണ്ണിനാണെങ്കിലും നടക്കാനൊന്നും കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് പീറ്ററായിട്ട് തന്നെ അവളെ പൊക്കിയെടുക്കുകയാണ്. അവർ ആ ഒരു മരത്തിന്റെ പാലത്തിലൂടെ മുന്നോട്ടേക്ക് പോണ്. അധികം വൈകിയില്ല. ഈ ബസ്സല്ലേ, ഒരു വാഹനല്ലേ, അതിൽ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് പൊട്ടിച്ചെതറാണ്. എന്നാൽ അപ്പോഴേക്കും ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റി. ഇനി മറ്റൊരു ഭാഗത്ത്, അതായത് പിള്ളേരെയും കൊണ്ട് പോകുന്ന ഒക്കോവിച്ചിന്റെ ആ ഒരു ഹെലികോപ്റ്റർ വലിയ കുഴപ്പമില്ലാത്ത തീയൊന്നുമില്ലാത്ത ഒരു ഏരിയ താൽക്കാലികമായിട്ട് കണ്ടു. അങ്ങോട്ടേക്ക് ഇപ്പൊ പയ്യെ ആ ഒരു ഹെലികോപ്റ്റർ ഇറക്കുകയാണ്. എന്നിട്ട് ഇതിനുള്ളിൽ നിന്നും പിള്ളേരെ അതിലേക്ക് കയറ്റണം. അപ്പൊ ആ ഒരു പരിപാടി ഇവർ വേഗം തന്നെ ചെയ്യണം. അതായത് ആ ഒരു ജീപ്പ് ഉപേക്ഷിച്ചു. എന്നിട്ട് അതിലെ പിള്ളേരെ മുഴുവനെ ഈ ഒരു ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യം തന്നെ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ പ്രശ്നമാണ്. ഇതിനിങ്ങനെ പയ്യെ പാഞ്ഞു പോയാൽ ഇത് പൊങ്ങുള്ളൂ. ഗ്രാമത്തിൽ പിള്ളേരെ കയറ്റാനായിട്ട് ആ ഒരു ഹെലികോപ്റ്റർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പൊന്തോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതല്ലാതെ ഇവിടെ ഇപ്പൊ വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഇറക്കിയതും അതിനുള്ളിലേക്ക് പിള്ളേരെ കയറ്റിക്കൊണ്ടിരിക്കുന്നതും. എന്നിട്ട് ഇവർ പോകാൻ നോക്കുമ്പോൾ ഹെലികോപ്റ്റർ അത് പൊന്തുന്നുണ്ടോ, പഴയ സാധനം അനങ്ങുന്നില്ല. ഒക്കോവിച്ച് പറയാണ്, എങ്ങനെങ്കിലും വെയിറ്റ് കുറച്ചേ മതിയാവുള്ളൂ. മാക്സിൻ വേഗം തന്നെ എന്താ ചെയ്തതെന്നറിയോ, അതിനുള്ളിൽ നല്ല ഭാരമുള്ള ഓരോ സാധനങ്ങൾ അതെടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. ആ കൂട്ടത്തിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഗിറ്റാറും ഉണ്ടായിരുന്നു. എന്നിട്ടും പൊന്തു എന്ന് നോക്കുന്ന സമയത്ത് ഇല്ല, കുറച്ച് വെയിറ്റ് കുറച്ചാൽ ചിലപ്പോൾ ഇത് പൊന്തു. പിന്നീട് എന്താ ഒക്കോവിച്ചിനോട് നേരിട്ട് തന്നെ ഈ മാക്സിൻ ചെന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറയണേ. ഇവിടെ വെച്ച് നമ്മുടെ മാക്സിന് ഒരു പ്രാന്തമായിട്ടുള്ള ഐഡിയ പറയാണ്. അത് കേട്ട സമയത്ത് ഈ ഒക്കോവിച്ചും അതുപോലെ തന്നെ അവിടെയുള്ള വലറിയും ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു ഹെലികോപ്റ്ററിൽ ഫ്യൂല് അത് ആവശ്യത്തിൽ കൂടുതലുണ്ട്, അത് ഇവിടെ തുറന്നു വിടാൻ പറയാണ്. എന്നാൽ ഇവർ ഞെട്ടിയത് ആ ഒരു ഫ്യൂല് കളയുന്ന കാര്യം ആലോചിച്ചിട്ടല്ല, ഒരു തീപ്പൊരി മതി അതിനുള്ളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ, ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവാനും. പക്ഷേ ഈ തീ കണക്കുന്ന ഒരു സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് നിലം ശുദ്ധിയാക്കിയിട്ട്, അതായത് അങ്ങോട്ടേക്ക് തീ വരാത്ത രീതിയിലാക്കിയിട്ട് അവിടെയാണ് ഇതുപോലെ എണ്ണ തുറന്നു വിടാൻ പറയുന്നത്. മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് അവർക്കത് ചെയ്യേണ്ടി വന്നു. എണ്ണ തുറന്നു വിട്ട് കുറേയൊക്കെ ഭാരങ്ങൾ ഒഴിവാക്കിയിട്ടും പിന്നെയും നോക്കുമ്പോൾ ഹെലികോപ്റ്റർ പോകുന്നില്ല. വേഗം തന്നെ നമ്മുടെ മാക്സിനാണെങ്കിൽ പിള്ളേരോട് അവരുടെ കോട്ടും കാര്യങ്ങളും അവരുടെ ഷൂവും എല്ലാം ഊരി പുറത്തേക്ക് ഇടാൻ വേണ്ടി പറയാണ്. അങ്ങനെ പിള്ളേർ അതെല്ലാം ഇട്ടു. ഇപ്പൊ മാക്സിൻ താഴേക്ക് നോക്കുമ്പോൾ തീ പതിയെ ആ ഒരു എണ്ണയിലേക്ക് വരാൻ നിൽക്കുകയാണ്. അതിലെങ്ങാനും തീ തട്ടിയാൽ അപ്പ പൊട്ടും. പക്ഷെ അതിനു മുന്നേ ഈ ഒരു ഹെലികോപ്റ്റർ പൊന്തിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ എന്തോ ഒരു വഴി ഇപ്പൊ മാക്സിൻ കണ്ടിട്ടുണ്ട്. പിള്ളേരോട് മുഴുവൻ കണ്ണടക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ പറക്കാൻ വേണ്ടി പോകാന്ന് പറയാണ്. സോ ആ ഒരു പ്രതീക്ഷയിൽ പിള്ളേര് കണ്ണടച്ചു. എന്നിട്ട് 1 മുതൽ 3 വരെ എണ്ണാൻ പറയാണ്. പിള്ളേരെല്ലാം ധൈര്യമായിട്ട് കണ്ണടച്ച് 1, 2, 3 നീണ്ടിയ സമയത്ത് ഹെലികോപ്റ്റർ പതിയെ പൊന്താൻ ആരംഭിക്കുകയാണ്. ഇത് കണ്ട് ഒക്കോവിച്ചിനും വളരെയധികം ഭയങ്കര ഹാപ്പിയായി. എന്നാൽ പൊന്തിയതിനു ശേഷം പിള്ളേരെല്ലാവരും കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവരുടെ കൂടെ അവരുടെ മാക്സിൻ ഉണ്ടായിരുന്നില്ല. ഇവര് താഴേക്ക് നോക്കുമ്പോൾ ഈ ഹെലികോപ്റ്ററിന്റെ വെയിറ്റ് കുറക്കാനായിട്ട് മാക്സിൻ അവൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. നിറ കണ്ണുകളുമായിട്ട് താഴെ നിന്ന മാക്സിന് ആ ഒരു ഹെലികോപ്റ്ററിനെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും ഈ ഒരു സീനിൽ നമ്മുടെ കണ്ണിന് വരെ വെള്ളം വന്നു പോകും. ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു മരണം തന്നെ അവൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതല്ലാതെ വേറൊരു വഴിയില്ല. തനിക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ആ തീ അവന്റെ ദേഹത്താകുമ്പോൾ എത്ര വേദന അവൻ സഹിക്കണം എന്നെല്ലാം അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ആ കുട്ടികളെ നോക്കിയിട്ട് ഒരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയിൽ അവന്റെ സങ്കടവും അവന്റെ ഭയവും അതുപോലെ തന്നെ ആ കുട്ടികളെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ള ആ ആത്മസംതൃപ്തി ഇതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഹെലികോപ്റ്റർ പൊന്തിയ സമയത്ത് ഒക്കോവിച്ചും വളരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നാൽ ഒക്കോവിച്ച് ആ കാര്യം കാണുകയാണ്. പടർന്നു വന്ന തീ നമ്മുടെ മാക്സിനെ പൊതിയുന്നത്. ചിരിച്ചുകൊണ്ടിരുന്ന ഒക്കോവിച്ച് വേഗം കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. വളരെയൊക്കെ ഇത് മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി മാക്സിനുണ്ടല്ലോ അവന്റെ ആ ഒരു ശരീരത്തെ തീക്ക് വേണ്ടി കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോഴാണ് വലയർ അറിയുന്നത്. ഇനി ഗ്രാമവാസികളെയും കൊണ്ട് ഇപ്പൊ കാട്ടിൽ പെട്ടുകിടക്കുകയാണല്ലോ അലക്സിയും ബാക്കിയുള്ള ആ ഒരു ടീമും കൂടെ. പക്ഷേ എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ടേക്ക് പോകണം, യാതൊരു ഐഡിയ ഇല്ല. ഇപ്പൊ ആ ഒരു മൂപ്പനോട് ചോദിക്കുന്ന സമയത്തും ഇവിടെ നിന്നും ഏകദേശം ഒരു 300-400 മീറ്റർ മുന്നോട്ടേക്ക് പോവാണെങ്കിൽ ആ നദിയിൽ എത്തുന്നു പറയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നല്ലൊരു വഴി ആവശ്യമാണ്. ആരെങ്കിലും പോയിട്ട് നല്ലൊരു വഴി കണ്ടുപിടിച്ചാൽ മാത്രമേ ഇത്രയും ആളുകളുമായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. ആ ഒരു ദൗത്യം നമ്മുടെ അലക്സി തന്നെ ഏറ്റെടുക്കുകയാണ്. കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ കയറും കാര്യങ്ങളുണ്ടായിരുന്നു. അത് അലക്സി മേടിക്കുകയാണ്. എന്നിട്ട് ആ കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടാൻ നിൽക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇവർക്ക് പോവേണ്ട വഴിയും കാര്യങ്ങളൊക്കെ അവൻ ക്ലിയർ ചെയ്യും. ഞാൻ പോയിട്ട് 2 മിനിറ്റും കഴിഞ്ഞ് യാതൊരു വിവരം, അതായത് എന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന് കണക്കാക്കിയാൽ മതിയെന്ന് ഇപ്പോൾ ഈ ആൻഡ്രോയിനോട് അലക്സി പറയാണ്. ഈ അലക്സി അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ ചോദിക്കുകയാണെങ്കിൽ ആ നദിയുടെ കരയിൽ എത്തിയ വാർഡിന് മുകളിലേക്ക് ഒരു ഫ്ലെയർ അടിക്കാന്ന് അലക്സി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അലക്സി ആണെങ്കിൽ ആ ഒരു തീയുണ്ടല്ലോ അതിനിടയിലൂടെ ഒരു ഓട്ടോ ഓടുകയാണ്. ആ ഒരു സീൻ കാണുന്ന ആർക്കും മര്യാദക്കൊന്നും ശ്വസിക്കാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ട് ആ മനുഷ്യൻ അനുഭവിക്കുന്നത് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ കഴിയും. എന്തായാലും അത്രയും സഹിച്ചുകൊണ്ട് ആ തീയിനെയും അതിന്റെ ചൂടിനെയും എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് വഴി വെട്ടിത്തെളിച്ച് അവസാനം ആ മനുഷ്യൻ നദിക്കരയിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും അയാളുടെ എല്ലാം കഴിഞ്ഞിരുന്നു, തളർന്ന് വീണു പോവാണ്. എന്നാൽ ഇവിടെ എത്തിയാൽ മാത്രം
മാത്രം പോരല്ലോ, ഇവിടെ എത്തി, ആ വഴി നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നൽ കൊടുക്കണം. ഫ്ലെയർ ഗൺ എടുക്കുകയാണ്, മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് വർക്ക് ആവുന്നില്ല. ഭാഗ്യം അവിടെ തുണച്ചില്ല എന്ന് പറയാം. ഇതേ സമയത്ത് തന്നെ ഇപ്പോ ഈ ഒരു ആൻഡ്രൂ വാച്ചിലേക്ക് നോക്കുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇവർക്ക് വഴി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയ അലക്സി മരണപ്പെട്ടു എന്ന് ഇവരെല്ലാവരും വിചാരിക്കുകയാണ്. ഇനി മറ്റൊരു വഴിയില്ല. നമ്മുടെ ഫയർ ടീം അവരുടെ ടീമിലുള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശരീരം പൊതിയാനായിട്ടുള്ള ഒരു ഫോയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെണ്ണം ഉണ്ട്, അത് ഈ നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. അതിൽ ആൻഡ്രൂ അവന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കുകയാണ്, കൂട്ടത്തിൽ സെർജ് അവന്റെ കയ്യിലുള്ളതും കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ റോമൻ ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. ഇതില്ലെങ്കിൽ ഈ കാടിൽ അതിജീവിക്കാൻ കഴിയില്ല, ഈ തീയുടെ ഇടയിലൂടെ പോകാൻ കഴിയില്ല. എന്നിട്ടും ഇവർ കൊടുക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ ഒരു ഹീറോയിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണ്, ഈ ജനങ്ങളെ രക്ഷിക്കാൻ എന്നുള്ള ഒരു വ്യക്തമായ ബോധം, ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. സോ റോമനും ഒന്നും ആലോചിച്ചില്ല, അവന്റെ കയ്യിലുണ്ടായിരുന്ന ഷീറ്റ് ഇവർക്ക് എടുത്താൻ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം തീർന്നു എന്ന് കരുതിയിട്ട് കിട്ടിയവര് അത് പൊതിച്ച് അവിടെ നിൽക്കുകയാണ്. ഈ തീയിലൂടെ എന്തായാലും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ആ സമയത്താണ് അവസാനത്തെ പ്രതീക്ഷ എന്നാണോ ദേഹത്ത് മുഴുവൻ പൊള്ളലേറ്റ് ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. മറ്റാരുമല്ല, അലക്സി, എ റിയൽ സൂപ്പർ ഹീറോ എന്ന് പറയാം. ഭയത്തിനെയും മരണത്തിനെയും അതിജീവിച്ചൊരു മനുഷ്യനാണ്. വന്നപാട് അയാൾക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല. വഴി ഓക്കെയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചരട് പിടിച്ച് പൊയ്ക്കോന്ന് പറയാണ്. ഇരുമ്പിന്റെ ചരടാണ് അത് പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ അലക്സിയുടെ കൈയൊക്കെ ആകെ പൊള്ളി പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പോകണം എന്നുള്ള കാര്യം ഇപ്പൊ അലക്സി പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും മുന്നിൽ ആൻഡ്രൂ, അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് നടുവിൽ സെർജി പോവുക, പിന്നെ ഏറ്റവും പിന്നിലായിട്ട് റോമനും പോവുക. അപ്പൊ നിങ്ങൾ വരുന്നില്ല ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു കണ്ടീഷനിലല്ല, നിങ്ങൾ ആദ്യം പോന്ന് പറഞ്ഞിട്ട് അലക്സി ഇപ്പൊ ഇവരെല്ലാവരെയും തള്ളിവിടുകയാണ്. ഏറ്റവും പിന്നിൽ റോമനാണല്ലോ. റോമൻ വരുന്ന സമയത്ത് അലക്സിക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അവൻ അവിടെ വീണ് പോകുന്നത് റോമൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ റോമനെ അലക്സി അവിടെ ഒറ്റയ്ക്കിട്ട് വരാനും തോന്നില്ല. അതുകൊണ്ട് തന്നെ അലക്സിയുടെ അടുത്തേക്ക് അവൻ തിരിച്ചു വരികയാണ്. ഈ സമയത്തിന് സെർജിയും അതുപോലെ തന്നെ ആൻഡ്രൂവും ഈ ഗ്രാമവാസികളെയും കൂട്ടിയിട്ട് അവസാനം നദിക്കരയിലേക്ക് എത്തി എല്ലാവരെയും വെള്ളത്തിലോട്ട് എടുത്തു ചാടാൻ വേണ്ടി പറയാണ്. പലരുടെയും ദേഹത്ത് തീയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും വെള്ളത്തിലേക്ക് ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ ഇവർ നോക്കുമ്പോൾ ഇവരുടെ കൂടെ വന്ന റോമനെ കാണാനില്ല. റോമനാണെങ്കിലും അലക്സിയുടെ അടുത്തേക്ക് പോയിട്ട് അയാൾക്ക് ബോധമില്ലാതായിട്ടുണ്ട്. അയാൾ എങ്ങനെയൊക്കെയോ തൂക്കിയെടുത്ത് വരാൻ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും തീ അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി പോവാൻ കഴിയില്ല. ആ സമയത്താണ് പ്രണയം എന്തിനേയും മാറ്റിമറിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു വിധിയെ വരെ മാറ്റിമറിക്കാനായിട്ട് ഒരു കാര്യം സംഭവിക്കുകയാണ്. നമ്മുടെ കാറ്റി ഈ റോമിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ വ്ളാഡിമറിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഒരു ഫ്ലൈറ്റുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അത് ഇതിലൂടെ പാസ്സാവുന്നത് റോമൻ കാണുകയാണ്. എത്രയും പെട്ടെന്ന് അവർക്കൊരു സിഗ്നൽ കൊടുക്കണം. അലക്സിയുടെ തലയിലാണെങ്കിൽ ഈ ലൈറ്റ് കത്തുന്ന ഒരു തൊപ്പി ഉണ്ടായിരുന്നു. സോ അത് വെച്ച് മുകളിലേക്ക് എറിഞ്ഞൊരു സിഗ്നൽ കൊടുക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തീ മൂടിക്കഴിഞ്ഞു. ഒരു ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞാൽ ഈ അലക്സിയും അതുപോലെ തന്നെ റോമനും വെന്തുരുകും. എന്നാൽ ഈ സിഗ്നൽ ഇപ്പൊ ഇവർ കാണുകയാണ്. മാത്രമല്ല അതിവേഗത്തിൽ അങ്ങോട്ടേക്ക് ചെന്ന് ഈ ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് വലിയൊരു വെള്ളത്തിന്റെ ആ ഒരു സ്റ്റോറേജ് ഇവരുടെ ഫ്ലൈറ്റിൽ ഉണ്ടാവുമല്ലോ, അത് അങ്ങോട്ടേക്ക് തുറന്നു വിടുകയാണ്. നിമിഷ നേരം കൊണ്ട് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് മാത്രം അലക്സിയും റോമനും രക്ഷപ്പെടുകയാണ് കേട്ടോ. വെള്ളം മുഖത്ത് വീണതുകൊണ്ട് തന്നെ ബോധമില്ലാതെ കിടക്കുന്ന അലക്സിക്ക് ഇപ്പൊ ബോധം വന്നു. അതുപോലെ തന്നെ റോമനെയും കാണുകയാണ്. ഈ സമയത്ത് റോമൻ ഈ ടഫുള്ള സമയത്ത് ഒരു കൊണച്ച തമാശ പറയുന്നുണ്ട്. എടോ, നിങ്ങൾ ചത്തിട്ടില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് ഹീറോ ഓഫ് ദി റഷ്യ അതിന്റെ മെഡൽ നിങ്ങൾക്ക് മേടിക്കാന്ന് പറയണം. ആ ഹീറോയെ രക്ഷപ്പെടുത്തിയതിന്റെ അവാർഡ് നിനക്കും കിട്ടുന്നു തിരിച്ചു പറയണം. രണ്ടുപേരും എന്തായാലും രക്ഷപ്പെട്ട ആ ഒരു സന്തോഷത്തിൽ ഇപ്പൊ ചിരിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നേരം വെളുക്കാനായിട്ടുണ്ട്. നേരം വെളുത്തു കഴിഞ്ഞു. അങ്ങോട്ടേക്ക് വന്ന കാറ്റി അതുപോലെ തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘം ഇവരെല്ലാവരും ഒരു ലൈഫ് ബോട്ടിൽ വന്നിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. മാത്രമല്ല ഒക്കോവിച്ചും വലേറിയും അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ ആ ഒരു ചുമതല അവർ കറക്റ്റായിട്ട് തന്നെ ചെയ്തു. ആ ഒരു പിള്ളേരെ സുരക്ഷിതമായിട്ട് തന്നെ അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. മാത്രമല്ല ഈ ഒക്കോവിച്ച് ഒരു തേൻ കർഷകനാണല്ലോ. പിള്ളേരെ വാടാ നമുക്ക് കുറച്ച് തേനൊക്കെ കുടിക്കാന്ന് പറഞ്ഞിട്ട് പിള്ളേരെ നൈസായിട്ട് ഫാമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ, അവരൊന്ന് ചില്ല് ചെയ്യിക്കാൻ വേണ്ടി. പക്ഷെ ഇത്ര വലിയ സാഹസികമായ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സിലും ഒരു നൊമ്പരം അത് നമ്മുടെ മാക്സിനായിരുന്നു. ശരിക്കും ഈ കഥയിൽ നമ്മളെ വല്ലാതെ ഇമോഷണലി ടച്ച് ചെയ്തതും ആ ഒരു കാര്യം തന്നെയാണ്, മാക്സിന്റെ മരണം, അവന്റെ ത്യാഗം. പിന്നീട് ഈ കഥയിൽ നഷ്ടപ്പെട്ട പലർക്കും നഷ്ടമായത് തിരിച്ചു കിട്ടുന്നത് കാണിക്കുകയാണ്. അതായത് പീറ്റർ ആ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയല്ലോ, അവൾക്ക് ഭർത്താവില്ലായിരുന്നു. എന്തായാലും അവളുടെ കൂടെ തന്നെ ഇനിയുള്ള കാലം ജീവിക്കാന്ന് പീറ്ററും പിന്നെ ആ ഒരു പെണ്ണും തീരുമാനിച്ചു. പിന്നെ നമ്മുടെ സെർജി ആണെങ്കിൽ അവരുടെ അടുക്കളയിൽ ഒരു കുക്ക് ഉണ്ട്. ആ പെണ്ണിനോട് കുറെ കാലമായിട്ട് ഭയങ്കര പ്രണയമായിരുന്നു. അത് തുറന്നു പറഞ്ഞ് അവർ ഒരുമിക്കാണ്. മാത്രമല്ല സെർജിയുടെ അമ്മ അവനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വരെയുണ്ട്. പിന്നെ ആൻഡ്രൂ ഓൾറെഡി വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഫാമിലിയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആളാണ്. തിരിച്ച് അവരുടെ അടുത്തെത്തി ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നെ അന്ന് ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ അവർക്ക് എന്തായാലും എന്താ പറയാ എല്ലാം തീർന്നു പറഞ്ഞിട്ട് മരിക്കാനൊന്നും പറ്റില്ലല്ലോ. പുതിയൊരു ജീവിതം അവരും തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇനി ഏറ്റവും അവസാനം ഏറ്റവും കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ അലക്സി അവസാനം റോമനെ മരുമകനായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. മാത്രമല്ല പോവാൻ നേരത്ത് നമ്മുടെ കാറ്റി അവളുടെ അച്ഛൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സിമ്പിളിലൂടെ അവൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ ഈ ഒരു ഫയർ ടീമിന് അവർക്ക് റെസ്റ്റ് ഉണ്ടോ? ഇല്ല. ആ തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കെടുത്തല്ലാതെ ഇവർക്കൊരു വഴിയുമില്ല. അതുപോലെ തന്നെ ഇനി ഇവർക്കൊരു വിശ്രമമില്ല. സോ അടുത്ത ടീമുമായിട്ട് നമ്മുടെ അലക്സി അടുത്ത ദൗത്യത്തിനായിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ കഥ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അതും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. സോ ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ട ഈ സിനിമയ്ക്ക് നിങ്ങൾ 10ൽ എത്ര മാർക്ക് കൊടുക്കും? ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എന്തായാലും ഇതിനേക്കാൾ മികച്ച മറ്റൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.